കഴിഞ്ഞ 10 വർഷം സീനിയർ ടീമിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു പ്ലെയർ എന്ന് പറയേണ്ടി വരും. ഹാർഡ് വർക്കിംഗ്, ബാഡ്ജിന് വേണ്ടി അങ്ങേയറ്റം പൊരുതുന്ന ഒരു ബിഹേവിയർ. എനിക്ക് വാസ്കസിനെ കുറിച്ച് ഓർമ്മ വരുന്നത് 2016 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മത്സരമാണ്. മത്സരം ഷൂട്ടൗട്ടിലേക്ക് കടന്നപ്പോൾ ആദ്യത്തെ കിക്ക് എടുക്കാനുള്ള നിയോഗം ലൂക്കാസ് വാസ്കസിനായിരുന്നു. വളരെ കൂളായിട്ട് ബോൾ സ്പിൻ ചെയ്തുകൊണ്ടാണ് ലൂക്കാസ് വാസ്കസ് വന്നിട്ട് ആ കിക്ക് എടുത്തത്. ഗംഭീരമായിട്ട് തന്നെ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. അതോടുകൂടി ആ ടീമിന്റെ കംപ്ലീറ്റ് ആ പിരിമുറക്കം മാറി. അപ്പൊ ഇങ്ങനെ ഒരു അൺസങ് ഹീറോ ആണ്. ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിക്കും. ടീമിന് വേണ്ടി അങ്ങേയറ്റം അവസാന ശ്വാസം വരെ പൊരുതുന്ന ഒരു പ്ലെയർ, ഒരു അൺസങ് ഹീറോ ആണ്. അധികം നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ലോയൽറ്റിയുടെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ലൂക്കാസ് വാസ്കസ്. ഇപ്പൊ വാസ്കസ് ഒരു ഹോം ഗ്രോൺ പ്ലെയർ ആണ്. ഇപ്പൊ റൈറ്റ് വിംഗർ ആയിട്ട് കളിക്കും, അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കും. ഡിഫൻസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ എത്തും. വേറെ ഏതെങ്കിലും പൊസിഷൻ കൊടുത്താൽ ആ ഒരു പൊസിഷനിൽ കളിക്കും. ടെക്നിക്കലി ഒരു ഗിഫ്റ്റഡ് ആയുള്ള പ്ലെയർ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വർക്ക് റേറ്റ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, അപ്പൊ ഇന്ന് പല റയൽ മാഡ്രിഡ് താരങ്ങൾക്കും ഒരു എക്സാമ്പിൾ ആണ് ലൂക്കാസ് വാസ്കസ്. ഇപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രോപ്പർ പൊസിഷനിൽ അല്ലാതെ തന്നെ ആ റൈറ്റ് ബാക്ക് എന്നുള്ള പൊസിഷനിൽ നിന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു, വിമർശനങ്ങൾ നേരിട്ടിരുന്നു. പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് ലൂക്കാസ് വാസ്കസിനെ മാറ്റി നിർത്തിയത്. പലതവണ റയൽ മാഡ്രിഡിന്റെ ആംബാൻഡ് അണിഞ്ഞ് കളിച്ച പ്ലെയർ ആണ്. 23 മേജർ ട്രോഫികൾ റയൽ മാഡ്രിഡിന് വേണ്ടി നേടിയിട്ടുണ്ട്. ഒരു ലെജൻഡറി ആയുള്ള റയൽ മാഡ്രിഡ് ടീമിലെ ഒരു അൺസങ് ഹീറോ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ ആയിരുന്നു ലൂക്കാസ് വാസ്കസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.